മോർണിംഗ് പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവായ ദൈവം മനുഷ്യവർഗത്തെ ഒരുപാട് സ്നേഹിക്കുന്നു, അല്ലെ? തൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചതാണ് തൻ്റെ പുത്രനെ ക്രോസ് ഓഫ് കാൽവരിയിൽ ബലിയായി നൽകിക്കൊണ്ട്. മനുഷ്യവർഗത്തോടുള്ള സ്നേഹം ഒരിക്കൽ പോലും തീർന്നു പോകാത്ത സ്നേഹം, അല്ലെ? യേശുവും അങ്ങനെ തന്നെയാണ്. പിതാവിനെ കംപ്ലീറ്റ് ആയിട്ട് ഒബേ ചെയ്തു, അല്ലെ? അനുസരിച്ച്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഉള്ളില് എന്താ പറയുക, കടല് പോലെയുള്ള ആ സ്നേഹം, അല്ലെ? മനുഷ്യവർഗത്തോടുള്ള സ്നേഹം ഒരിക്കൽ പോലും നശിച്ചു പോകരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മളെ അത്രമാത്രം സ്നേഹിച്ചതാണ്, അല്ലെ? അപ്പോൾ സ്നേഹം നമ്മളുടെ ഉള്ളിലും വേണം. കാരണം പിതാവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന തൻ്റെ പുത്രനെ പോലെ തന്നെ ആയിത്തീരണം എന്നാണ്. ആ പുത്രന്റെ മനസ്സിലെ സ്നേഹം, പുത്രനാകുന്ന സ്നേഹം നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? പുത്രന്റെ രാജ്യം എന്ന് പറഞ്ഞാല് വിശ്വാസം, അത് സ്നേഹം വഴി കാണിക്കുന്നതാണ് ദൈവത്തിന്റെ രാജ്യം എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ നമ്മൾ എങ്ങും എത്തിപ്പെടത്തില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാം പാഴ് വേലയായി പോവുക തന്നെ ചെയ്യും. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിന് പാത്രങ്ങളായി യാതൊരു വിധത്തിലുള്ള വേർത്തും കർത്താവ് ഉള്ള വ്യക്തികളല്ല ഞങ്ങൾ. പക്ഷെ എന്നാലും ഞങ്ങളെ സ്നേഹിച്ചു, ഈ ലോകത്തിലേക്ക് വന്നു. ഞങ്ങൾ പാപികളായിരുന്നപ്പോൾ തന്നെ ഞങ്ങളെ വീണ്ടെടുത്ത്. അതിനായിട്ട് നന്ദി പറയുന്നു പിതാവേ. നന്ദി പിതാവ്, അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, അങ്ങയുടെ മകനായിട്ട്, അങ്ങയുടെ മകന്റെ സ്നേഹത്തിനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് താങ്ക് യു ജീസസ് മസ്റ്റ്. താങ്ക് യു അപ്പ ഫാദർ. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഗോഡ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്ന യേശുവിൻ. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് പോകാം. 1 കൊരിന്ത്യന്റെ 12 ചാപ്റ്ററിന്റെ 27 തൊട്ടൊന്ന് വായിക്കാം. സോറി, 1 കൊരിന്ത്യന്റെ 12 ചാപ്റ്ററിന്റെ 27 തൊട്ട് ഉള്ള വാക്കുകൾ നമുക്ക് വായിക്കാം. 31 വരെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തർ വെവ്വേറെയും അവയവങ്ങളും ആകുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. ചർച്ച് ക്രിസ്തുവിന്റെ ശരീരമാണ്. നമ്മളെല്ലാവരും ഓരോരുത്തരും അതിന്റെ ഓരോ അംഗങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ശരീരം എടുത്ത് നോക്കുവാൻ നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, അല്ലെ? മൂക്കുണ്ട്, നാക്കുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ വ്യക്തികളും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ചർച്ചിന്റെ പാട്ടുകളാണ് നമ്മൾ എല്ലാവരും, അല്ലെ? ഇനി 28 തൊട്ട് താഴ്ച വരുവാണ്. ദൈവം സഭയിൽ 1 അപ്പോസ്തലന്മാർ, 2 പ്രവാചകന്മാർ, 3 ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തിയുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരാണ്, എല്ലാവരും പ്രവാചകന്മാരാണ്, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാണ്, എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നവരാണ്, എല്ലാവരും രോഗശാന്തിക്കുള്ള വരം ഉണ്ട്, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നു, അപ്പം എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ്. 31 വാക്കിന്റെ പകുതി വരെ ഞാൻ വായിച്ചിരിക്കുന്ന ബാക്കി ഞാനിപ്പോൾ വായിക്കുന്നതാണ്. അപ്പൊ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് 12 വാക്കിൽ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ പോള് പറഞ്ഞു തുടങ്ങുന്നത് വരങ്ങളെ പറ്റിയാണ്, അല്ലെ? സ്പിരിച്വൽ ഗിഫ്റ്റുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 9 ഗിഫ്റ്റുകളെ പറ്റി പറയുന്നു. അതിനുശേഷം പോള് വഴി ദൈവം പറയുവാണ്, പലർക്കും പലതരത്തിലുള്ള ഗിഫ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഒരേപോലുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുകയാണെങ്കിൽ ഒരു ശരീരം, നമ്മളിപ്പോ പറഞ്ഞു ദൈവത്തിന്റെ ബോഡി, യേശുക്രിസ്തുവിന്റെ ബോഡിയാണ് നമ്മൾ എന്ന് പറഞ്ഞ്, അല്ലെ, ചർച്ച എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരേ വരമാണ്. എങ്ങനെ ഇരിക്കും? ഒരു ശരീരം, ഒരു വ്യക്തിയുടെ ശരീരം എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാം കണ്ണാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം കൈയും കാലും ആണെങ്കിൽ എങ്ങനെ ഇരിക്കും ഒരു ശരീരം, അല്ലെ? അതുകൊണ്ട് എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷനുകൾ വേണം എന്നുള്ളത് കൊണ്ട് അതുപോലെയാണ് ചർച്ചിലുള്ള എല്ലാവർക്കും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയുക വരങ്ങൾ കൊടുത്തില്ല. പലതരത്തിലുള്ള വരങ്ങൾ, ഗിഫ്റ്റുകൾ, സ്പിരിച്വൽ ഗിഫ്റ്റുകൾ കൊടുത്തിരിക്കുന്നു പറയുന്നു. 31 വാക്കിനെ പറഞ്ഞിരിക്കുന്നത് 31 പകുതി തൊട്ട് അങ്ങോട്ട് വായിക്കുന്ന ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ, അല്ലെ? അപ്പൊ ബെസ്റ്റ് ആയിട്ടുള്ള വരങ്ങളെ വാഞ്ചിപ്പിൻ എന്ന് പറയും. അപ്പൊ ആഗ്രഹിക്കും. അപ്പൊ ബെസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവം വരങ്ങൾ കൊടുക്കുന്നത് നമുക്ക് വലിയവനാകുന്നതിന് വേണ്ടിയല്ല, അല്ലെ? എനിക്ക് പ്രോഫസി ഒക്കെ പറയാൻ അറിയാം, എനിക്ക് ഹീലിംഗ് ഒക്കെ ഉണ്ട്, ഞാൻ എന്നെ വലിയവനാക്കുന്നതിന് വേണ്ടിയല്ല ദൈവം എനിക്ക് വരങ്ങൾ തരുന്നത്. ഓരോരുത്തർക്കും വരങ്ങൾ ദൈവം തരുന്നത് നമ്മളെ വലിയവനാക്കുന്നതിന് വേണ്ടിയല്ല, ചർച്ചിന്റെ എഡിഫിക്കേഷന്
വേണ്ടിയാണ്, അല്ലെ? ചർച്ചിനെ ചർച്ച് ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ ബോഡി ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ യേശുവിന്റെ ഒപ്പം തന്നെ ആക്കുന്നതിന് വേണ്ടിയില്ല. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം മനുഷ്യനെ പറ്റി, യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ പറ്റിയുള്ള ആഗ്രഹം യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളത്. അപ്പൊ യേശുവിനെ പോലെ നമ്മളെ എല്ലാവരെയും ആക്കുന്നതിന് വേണ്ടി ഓരോ തരത്തിലുള്ള അപ്പോസ്തലന്മാരെയും, ഓരോ തരത്തിലുള്ള വരങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്ന, അനോയിന്റിങ് കൊടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അപ്പോസ്തലന്മാരെയും പ്രോഫറ്റുമാരെയും ടീച്ചർമാരെയും കൊടുത്തിരിക്കുന്നത്. നമുക്ക് എഫേസ്യർക്ക് ലേഖനത്തിൽ 4-ാമത്തെ ചാപ്റ്ററിൽ നമ്മളിത് വായിക്കുന്ന കാര്യമാണ്, അല്ലെ? അപ്പൊ ചർച്ചിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള വരം ഏതാണ്? ഇപ്പൊ പ്രൊഫസി ആണെങ്കിൽ പ്രൊഫസി, ഹീലിംഗ് ആണ് ഹീലിംഗ്, അങ്ങനെ ഏതാണോ ബെസ്റ്റ് അങ്ങനെയുള്ള വരം വാഞ്ചിപ്പിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനുശേഷം പോൾ വഴി ദൈവം പറയുവാണ്, നിങ്ങൾക്ക് വരങ്ങളെല്ലാം കിട്ടണം, അത് വാസ്തവം, അതെല്ലാം വളരെയധികം ഉപകാരമുള്ളതാണ്. പക്ഷെ അതിനേക്കാളും വലിയൊരു കാര്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി വായിക്കുന്ന 31-ാമത്തെ വാക്കിന് വായിക്കുകയാണ്, ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ചില ട്രാൻസ്ലേഷൻസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എക്സലന്റ് ആയിട്ടുള്ളൊരു മാർഗം കാണിച്ചു തരുന്നത്. ചില ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, ഒരു ജീവിതത്തിന്റെ പാത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും മേന്മയുള്ള ജീവിതത്തിന്റെ പാത നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി 13-ാമത്തെ ചാപ്റ്ററിൽ ആ ജീവിതത്തിന്റെ പാത എന്താണ് ദൈവം പറഞ്ഞിരിക്കുകയാണ്, അല്ലെ? 13-ന്റെ 1 തൊട്ട് 3 വരെയും കൂടെ ഒന്ന് വായിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ, അല്ലെ? ഇനി 2-ാമത്തെ വാക്കുകൊണ്ട് പറയുവാണ്, എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമല്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാൽ സ്നേഹമില്ല എങ്കിൽ എനിക്ക് പ്രയോജനവും ഇല്ല. അപ്പോ ഏറ്റവും മഹത്തായിട്ടുള്ള മാർഗത്തെ പറ്റി ദൈവം പറയുന്നത് ഈ മാർഗമാണ്, സ്നേഹം എന്നുള്ള മാർഗത്തെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദൈവം പറഞ്ഞ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസമില്ലാതെ ദൈവത്തെ നമുക്ക് പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. പക്ഷെ ആ വിശ്വാസവും സ്നേഹത്തിലല്ല എങ്കിൽ, ആ വിശ്വാസത്തിൽ ആയിരിക്കുമ്പോഴും നമുക്ക് ദൈവത്തോടുള്ള വളരെയധികം വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ആ വിശ്വാസത്തെ നമ്മൾ ഉപയോഗിക്കുന്ന സ്നേഹത്തിലല്ല എങ്കിൽ, അല്ലെ, നേരെ ചൊവ്വയുള്ള കാര്യത്തിനല്ല ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെ, സ്നേഹത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹൃദയമല്ല നമുക്കുള്ളതെങ്കിൽ, നമ്മൾ പ്രവചനമുണ്ടെന്ന് പറഞ്ഞിട്ടോ, മലയെ മാറ്റുന്ന തരത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടെന്ന് പറഞ്ഞിട്ടോ, അല്ലെ, മാലാഖമാരുടെ ഏഞ്ചൽസിന്റെ ലാംഗ്വേജിൽ വരെ, ഭാഷയിൽ വരെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചു കഴിഞ്ഞാല് ദൈവം വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ, അല്ലെ? സ്നേഹമല്ലാതെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നുമില്ല. എല്ലാം ദൈവം ചെയ്യുന്നത് സ്നേഹത്തെ ബേസ്ഡ് ആയിട്ടാണ് ഉള്ളത്, അല്ലെ? സ്നേഹമാണ് ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ പറയുന്ന ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ. ദൈവം ലോകത്തെ വളരെയധികം സ്നേഹിച്ചു, അല്ലെ? ദൈവം ലോകത്തെ വളരെയധികം സ്നേഹിച്ചത് കൊണ്ടാണ് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്, അല്ലെ? ദൈവത്തിന്റെ കിങ്ഡത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ കിങ്ഡം റൈച്ചസ്നെസ് ആണ്, പീസ് ആണ്, ജോയ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെ? അങ്ങനെയാകുമ്പോ ആ റൈച്ചസ്നെസ്സും പീസും ജോയ് എല്ലാം വരുന്നത്, അതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ കിങ്ഡം ആയിരിക്കുന്നത്, അതിന്റെ എല്ലാം അടിസ്ഥാനമായിട്ട് ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് സ്നേഹം എന്നുള്ളൊരു കാര്യം. ദൈവം സ്നേഹമാണ്, അല്ലെ? ദൈവം സ്നേഹം വിട്ടുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ടാണ്, അല്ലെ, സകലതും സഹിക്കാൻ യേശുക്രിസ്തു തയ്യാറായി ലോകത്തിലേക്ക് വന്നത്, അല്ലെ? നമുക്കറിയാം, ഒന്ന് വിചാരിച്ചു നോക്കി, പിലാത്തോസിന് മുമ്പിൽ നിൽക്കുന്ന യേശുക്രിസ്തുവിനെ ഒന്ന് ഓർത്തു നോക്കി, അല്ലെ? ഒരക്ഷരം പോലും മിണ്ടാതെ സൃഷ്ടാവായ ദൈവം നിൽക്കുകയായിരുന്നു, അല്ലെ? വേണമെങ്കിൽ സംസാരിക്കാമായിരുന്നു, അല്ലെ? ഈ മനുഷ്യവർഗം എന്നെ ഇത്രയും ദ്രോഹിക്കുന്ന മനുഷ്യവർഗം ഇല്ലാതായി പോകട്ടെ എന്നൊരു വാക്ക് യേശുക്രിസ്തുവിന് സംസാരിക്കാമായിരുന്നു. അപ്പോ അവിടെ സംസാരിക്കുന്നതിന് പകരമായിട്ട് തന്റെ പിതാവിന്റെ കൈകളിലേക്ക് തന്നെ കൊടുത്തിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഞാൻ സംസാരിക്കുന്നതിന് തീരുമാനം എടുത്തത്? കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യവർഗം നശിച്ചു പോകും, അല്ലെ? അത് മനുഷ്യവർഗം നശിച്ചു പോകും. അപ്പൊ അത് വേണ്ട, അങ്ങനെ വേണ്ട എന്നൊരു തീരുമാനം യേശുക്രിസ്തു എടുക്കുക ചെയ്തിരിക്കുന്നു, അല്ലെ? നമുക്കറിയാം,
ആ പടയാളികൾ യേശുവിന്റെ തലയിൽ ഒരു എന്താ പറയാ ക്രൗൺ വെച്ചു അല്ലെ, കിരീടം കൊടുത്തു. അപ്പൊ കിരീടം സ്വർണത്തിന്റെ കിരീടം, അല്ലെങ്കിൽ സ്വർണത്തെക്കാളും വില കൂടിയ മെറ്റൽസ് ഒക്കെ ഉണ്ടല്ലോ, പ്ലാറ്റിനവും അല്ലെ, ഡയമണ്ടും അങ്ങനെയൊക്കെയുള്ള കിരീടമൊക്കെ, അതിനേക്കാളും വലിയ കിരീടം വെക്കാൻ യോഗ്യതയുള്ളവനാണ് യേശു ക്രിസ്തു. പക്ഷെ നമ്മൾ കൊടുത്ത കിരീടം മുള്ളിന്റെ കിരീടമാണ് അല്ലെ. ആ എന്താ പറയുക, പർപ്പിൾ ആയിട്ടുള്ള ഡ്രസ്സും എല്ലാം ഇട്ടുകൊണ്ട് അല്ലെ, റോയൽ ആയിട്ട് അല്ലെ, യേശു ക്രിസ്തു നിൽക്കുമ്പോൾ, രാജാവിനെ പോലെ യേശു ക്രിസ്തു നിൽക്കുമ്പോൾ അല്ലെ, അവിടെ നമ്മളോടുള്ള സ്നേഹം കാണിക്കുന്നത് അല്ലെ, ഞാൻ എന്തിനും തയ്യാറാണെന്ന് പറയുന്ന ഒരു സ്നേഹം യേശു ക്രിസ്തു കാണിക്കുന്നു. ആ സ്നേഹത്തെ പറ്റി യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. ഇവിടെ യേശു പറയുക, നിനക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം അല്ലെ, നിനക്ക് പ്രവചനപരം ഉണ്ടായിരിക്കാം, നിനക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള എന്താ പറയാ, അതിനുള്ള വരം നിനക്കുണ്ടായിരിക്കും, നിനക്ക് എന്തും ഉണ്ടായിരിക്കും, നീ വലിയ വളരെയധികം അന്യഭാഷ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷെ നിന്റെ ഉള്ളിൽ സ്നേഹമില്ല എങ്കിൽ, നീ ചെയ്യുന്ന കാര്യം സ്നേഹത്തെ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമല്ല എങ്കിൽ, നിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ, നീ ചെയ്യുന്ന സകല കാര്യത്തിന്റെ പുറകിലുള്ള ലക്ഷ്യം സ്നേഹമല്ല എങ്കിൽ അല്ലെ, ദൈവത്തിന്റെ മക്കളെ കിങ്ഡത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു സ്നേഹമല്ല എങ്കിൽ, നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല കുഞ്ഞെന്ന് നമ്മളോട് പറയുകയോ ചെയ്യുന്നത്. നമുക്കറിയാം ഗലാത്യർക്ക് ലേഖനത്തിലേക്ക് പോകുമ്പോൾ ഗലാത്യരുടെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അവര് വിശ്വാസത്തിൽ വന്നതിന് ശേഷം തിരിച്ച് അല്ലെ, എന്താ പറയുക, ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിച്ചു അല്ലെ. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഇടയിലേക്ക് മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞു, മോശപ്പെട്ട രീതി എന്നല്ല, റോങ് ആയിട്ടുള്ള അല്ലെ, ശരിയല്ലാത്ത രീതിയിലുള്ള ടീച്ചിങ്ങുമായിട്ട് ആൾക്കാർ കടന്നുകൂടി അല്ലെ. അതിന്റെ ഫലമായിട്ട് അവര് തിരിച്ച് എങ്ങോട്ടാ, ന്യായപ്രമാണത്തിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. പക്ഷെ അപ്പൊ പോള് അവരുടെ സ്പിരിച്വൽ ഫാദർ ആയിട്ട് പോൾ ഇങ്ങനെ അവരോട് പറയുക, 5-ാമത്തെ ചാപ്റ്ററിൽ ഗലാത്യരുടെ 5:6 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവേശുവിൽ പരിച്ഛേദനമല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം അല്ലെ. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വിശ്വാസം സ്നേഹത്തിൽ അടിസ്ഥാനമായിട്ടുള്ളതാണോ അല്ലെ. മലമറിക്കുന്ന വിശ്വാസം ഉണ്ടായിട്ടും കാര്യമില്ലെന്ന് കൊരിന്ത്യരില് ഹോളി സ്പിരിറ്റ് ഗോഡ് പോൾ വഴി എഴുതി വെച്ചിരിക്കുന്നത്. മലമറിക്കുന്ന വിശ്വാസം വേണം. വിശ്വാസമില്ലെങ്കിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. പക്ഷെ ആ വിശ്വാസത്തിന്റെ പുറകിൽ എന്താണുള്ളത് അല്ലെ. നമ്മളുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഉദ്ദേശ ശുദ്ധിയുള്ള തരത്തിലുള്ള വിശ്വാസമാണോ, ദൈവത്തിന്റെ കിങ്ഡം സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എന്താ പറയുക വിശ്വാസമാണോ അത് അല്ലെ. സ്നേഹമാണോ നമ്മുടെ ഉള്ളിലുള്ളത്, സ്നേഹം വഴിയാണോ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്നു അല്ലെ. പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്നെ കമ്പല് ചെയ്യണം. 2-ാമത്തെ കൊരിന്ത്യർക്ക് ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, 5-ാമത്തെ ചാപ്റ്ററിൽ ദൈവത്തിന്റെ സ്നേഹം, ക്രൈസ്റ്റിന്റെ സ്നേഹം കമ്പല് ചെയ്യണം. അപ്പൊ പോളിനെ സംബന്ധിച്ചിടത്തോളം പോളിന് പ്രീച്ച് ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ല. പോളിന് ദൈവം കൊടുത്തിരിക്കുന്ന വർക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ യേശുവിന്റെ ആ സ്നേഹം പോളിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന്റെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അല്ലെ. ആ ദൈവത്തിന്റെ സ്നേഹം ബേസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പോള്. അത് തന്നെയാണോ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് എന്ന് ദൈവം ചോദിച്ചിരിക്കുന്നത്. ഇതേ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഗലാത്യർക്ക് ലേഖനത്തിൽ തന്നെ 14-ാമത്തെ വാക്കില് ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു അല്ലെ. അപ്പൊ ന്യായപ്രമാണം മൊത്തം അടങ്ങിയിരിക്കുന്ന വെച്ചാൽ സ്നേഹിക്കണം എന്ന, കൂട്ടുകാരനെ, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവിടെ കൂട്ടുകാരനാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള കാര്യത്തിൽ ന്യായപ്രമാണം മൊത്തം അടങ്ങിയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് സ്നേഹിക്കണം എന്നുള്ളതില് അല്ലെ, അത് സകലതും അടങ്ങിയിരിക്കുന്നു. നമ്മൾ സ്നേഹിക്കുമ്പോൾ അല്ലെ, സ്നേഹത്തിന് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മുടെ ഹൃദയം മൊത്തം ദൈവത്തിൽ നിന്നുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ അല്ലെ, നമ്മൾ ചെയ്യുന്നത് മൊത്തം ഇത് സകല ലോയും നമ്മൾ ഫുൾഫിൽ ചെയ്യുക ചെയ്യുന്നത് എന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്. അതാണ് ദൈവം ഇവിടെ നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത്. ഇനി സ്നേഹം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സ്നേഹത്തെ പറ്റിയല്ല ദൈവം പറയുന്നത്. അത് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് എടുത്തു പറയട്ടെ. മനുഷ്യന്റെ സ്നേഹത്തെ പറ്റിയല്ല പറയുന്നത് ഇവിടെ. ദൈവം ഉദ്ദേശിക്കുന്നത് അല്ലെ, ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് ദൈവത്തിന്റെ ഒപ്പമായിരിക്കും. മനുഷ്യന്റെ സ്നേഹം കൊണ്ട് സാധിക്കത്തില്ല. മനുഷ്യന്റെ സ്നേഹത്തെ പറ്റിയല്ലേ ദൈവം ഇവിടെ പറയുന്നത് അല്ലെ. മനുഷ്യന്റെ സ്നേഹം ഒരുപാട് ലിമിറ്റഡ് ആണ്. മനുഷ്യന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയായിട്ടുള്ള സ്നേഹമാണ്. നമുക്ക് നമ്മളെ സ്നേഹിക്കാനേ സാധിക്കത്തുള്ളൂ. നമുക്ക് നമ്മളെ, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ കുഞ്ഞുങ്ങളെയും, നമ്മുടെ ഹസ്ബൻഡും, നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ അല്ലെ. ഇതിപ്പോ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മളെ ശപിക്കുന്നവരെ നമ്മൾ ബ്ലസ് ചെയ്യാൻ നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുക. പിന്നെന്താ ദൈവം
ദൈവം പറഞ്ഞിരിക്കും നമുക്ക് ദ്രോഹിക്കുന്നവരൊക്കെ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നും നമ്മളെ പേഴ്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോ അങ്ങനെ സ്നേഹിക്കാനുള്ള സ്നേഹം, ആ സ്നേഹം എന്ന് പറഞ്ഞ മനുഷ്യവർഗത്തിന്റെ സ്നേഹമല്ല. ആ ഒരു സ്നേഹം അത് ദൈവത്തിൽ നിന്നുള്ള സ്നേഹമാണ്. അതേ സ്നേഹത്തെ പറ്റിയാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ സ്നേഹം ഇത് പോള് പറഞ്ഞോളൂ, യേശുവിന്റെ സ്നേഹം എന്നെ കമ്പൽ ചെയ്യുന്നു എന്ന് പറഞ്ഞോളൂ. ആ യേശുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കൊരിന്ത്യരിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകണം. ഒന്നാമത്തെ കൊരിന്ത്യരുടെ 13-ാമത്തെ ചാപ്റ്ററിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ 4-ാമത്തെ വാക്കോട്ട് 7-ാമത്തെ വാക്കുവരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, വെക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹത്തെ പറ്റിയാണ് 13-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, 4 തൊട്ട് 7 വാക്കുകൾ. ഇപ്പോ നമുക്ക് ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ, എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരുന്നത് അല്ലെ? അത് നമുക്ക് വെറുതെ അങ്ങ് വരുന്ന ഒരു കാര്യമാണ്, വെറുതെ അങ്ങ് വരുന്ന കാര്യമല്ല. അത് നമ്മള് ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ എന്താ പറയാ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ വഴിയെ നമ്മൾ നടക്കുമ്പോൾ, ഹോളി സ്പിരിറ്റ് ഗോഡാണ് നമ്മൾ നയിക്കുന്നെങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അല്ലെ, നമ്മൾ അല്ലാതെ ആയിത്തീരുമ്പോൾ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മളില്ല, യേശുവാണ് ഫോം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്താ വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല്, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾക്ക് എന്താ പറയാ ഫലങ്ങൾ, ഹോളി സ്പിരിറ്റ് ഗോഡിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരും. ആ വിധത്തിലെ ഫലമാണ്, ആ ഫലമാണ് സ്നേഹം എന്നുള്ളത്. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗലാത്യർക്കകത്ത് ലേഖനത്തിൽ തന്നെ 5-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 22-ാമത്തെ വാക്കുകൾ ആത്മാവിന്റെ ഫലങ്ങളെ പറ്റി ദൈവം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആത്മാവിന്റെ ഫലങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഫലത്തെ പറ്റി അല്ലെ, ഫലം എന്ന് പറഞ്ഞ ഫലങ്ങളെ പറ്റിയല്ല, ഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവിന്റെ ഫലം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരെണ്ണത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഗലാത്യർക്കകത്ത് ലേഖനത്തിന്റെ 5-ന്റെ 22 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത അല്ലെ. ഒന്നുകൂടി ഒരു പ്രാവശ്യം ഒന്ന് വായിക്കൊണ്ട്: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. അപ്പൊ ഇത് നമ്മൾ നേരത്തെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അല്ലെ, 1-ാമത്തെ കൊരിന്ത്യന്റെ 13-ന്റെ 4 തൊട്ട് 7 വരെ വായിച്ചപ്പോഴും ഇവിടെ സ്നേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ: ദീർഘമായി ക്ഷമിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സന്തോഷം, സമാധാനം, ദീർഘക്ഷമ അല്ലെ. സ്നേഹത്തെ പറ്റി ഇവിടെ പറഞ്ഞിട്ട് ദീർഘക്ഷമ ഉള്ളതാണ് സ്നേഹം എന്ന്, ദീർഘക്ഷമ ആണ് ആത്മാവിന്റെ ഫലത്തിൽ ഒരു ഫലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദീർഘക്ഷമയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ 1-ാമത്തെ കൊരിന്ത്യർ 13-ന്റെ 4 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നതാണ് അല്ലെ, ദയ കാണിക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നു. ദയ ഇവിടെ ഗലാത്യന്റെ 5-ല് പറഞ്ഞിരിക്കുന്ന ദയ ഒരു ആത്മാവിന്റെ ഫലമാണെന്ന് പറഞ്ഞിരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇവിടെ ആത്മാവിന്റെ ഫലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും കൊരിന്ത്യർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിലേക്ക് എന്താ പറയാ പോള് പറയുക, നേരത്തെ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ആത്മാവിന്റെ ഫലമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പോള് പറഞ്ഞിരിക്കുക, അതെല്ലാം സ്നേഹമാണ് എന്ന് പറഞ്ഞിരിക്കുക. ഉദാഹരണമായിട്ട് ഒരു പ്രാവശ്യം കൂടെ പറയുവാണെങ്കിൽ, സ്നേഹം ക്ഷമയാകുന്നു അല്ലെ, സ്നേഹം എന്താ പറയാ ദയയാകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ ചാപ്റ്ററിൽ 22-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്ന ആ എന്താ പറയാ സ്പിരിറ്റിന്റെ ഫലം എന്ന് പറയുന്നത് ഒരെണ്ണമാണ്, എന്ന് വെച്ചാൽ സ്നേഹമാണ് സ്പിരിറ്റിന്റെ ഫലം അല്ലെ. ബാക്കി വരുന്നില്ല, ദീർഘക്ഷമ, ദയ, സ്പർദ്ധിക്കാതിരിക്കുന്നത്, എന്താ പറയാ പ്രൗഡ് അല്ലാതിരിക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ, അനീതിയിൽ സന്തോഷിക്കാതിരിക്കുന്നത് അല്ലെ, ജെന്റിലായിട്ടുള്ള ആള്, അങ്ങനെയുള്ള സെൽഫ് കൺട്രോൾ ഉള്ള ആള്, അതെല്ലാം വരുന്നത് സ്നേഹം എന്നുള്ള ഒരു
ഫലം അല്ലെ, സ്പിരിറ്റിന്റെ ഫലം, ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് തരുന്ന ഫലത്തിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിറ്റിന്റെ ഫലമായിട്ടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ സ്പിരിറ്റിൻ്റെതാണ് ഫലം അല്ലെ, സ്പിരിറ്റിൻ്റെതാണ് സ്നേഹം. സ്പിരിറ്റിൽ നിന്ന് വരുന്ന ഹോളി സ്പിരിറ്റ് ഗോഡിൽ നിന്ന് വരുന്നതാണ് സ്നേഹം അല്ലെ. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ ഹോളി സ്പിരിറ്റിന്റെ വഴി കൂടെ നടക്കുമ്പോൾ അല്ലെ, നമ്മൾക്ക് നമ്മുടെ ഉള്ളില് സൃഷ്ടിക്കപ്പെടുന്ന ആ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിലേക്ക് സൃഷ്ടിക്കപ്പെടുന്നതാണ്, നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് ആ ഫലം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഫലം എന്നുള്ളത് സ്പിരിറ്റിന്റെ ഫലം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ആ സ്നേഹം എന്നുള്ള ഫലം നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്ത് കഴിയുമ്പോൾ ബാക്കി ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യങ്ങൾ ദയയും അല്ലെ, അഹങ്കാരമില്ലാഴികയും, പിന്നെ എന്താ പറയുക, ദീർഘക്ഷമയുള്ളതും, പിന്നെ ദോഷം കണ്ടുപിടിക്കാതിരിക്കുന്ന കാര്യം, ദേഷ്യപ്പെടാതിരിക്കുന്നതും, എല്ലാം പൊറുക്കുന്ന സ്വഭാവമെല്ലാം ആ സ്നേഹം എന്നുള്ള ഫലത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഈ സ്നേഹം വേണം എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസം, അത് സ്നേഹത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള വിശ്വാസമല്ല എങ്കിൽ അല്ലെ, നമ്മുടെ ഇങ്ങനെയുള്ള പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് മലയെ മാറ്റുന്ന തരത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അല്ല, നിങ്ങൾക്ക് ഈ സകലവിധത്തിലുള്ള ഭാഷ സംസാരിക്കാൻ പറ്റുമെങ്കിലും, എന്താ പറയുക, ഏഞ്ചലുമാരുടെ ഭാഷ വരെ സംസാരിക്കാൻ പറ്റുന്ന വ്യക്തികളാണ്, സ്നേഹമില്ല എങ്കിൽ അല്ലെ, നിങ്ങൾക്ക് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സ്നേഹം ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം മനുഷ്യന്റെ സ്നേഹത്തെ പറ്റിയല്ല, ഹോളി സ്പിരിറ്റ് ഗോഡ് നമുക്ക് തരുന്ന ഫലമുണ്ടല്ലോ, സ്പിരിറ്റിന്റെ ഫലം. ഇപ്പൊ നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 5-ാമത്തെ ചാപ്റ്റർ 22 നമ്മൾ വായിച്ച അതേ ആ ഫലമുണ്ടല്ലോ, ആ സ്നേഹമെന്ന ഫലം ദൈവത്തിൽ നിന്ന് വരുന്ന ആ സ്നേഹത്തെ പറ്റിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. പോള് പറഞ്ഞ പോലെ ദൈവത്തിന്റെ സ്നേഹം എന്നെ കമ്പലി എന്ന് പറഞ്ഞ പോലെ ആ സ്നേഹം പോളിന്റെ ഉള്ളിൽ മൊത്തം ദൈവം കൊടുത്ത സ്നേഹമായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കണമല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം ഇതാണ്: ദൈവമേ, എനിക്ക് അങ്ങയുടെ സ്നേഹം എൻ്റെ ഉള്ളിൽ ഫോം ചെയ്തിരിക്കണം അല്ലെ. എനിക്ക് സാധാരണ മനുഷ്യന്റെ സ്നേഹം എനിക്ക് പോരാ. മനുഷ്യന്റെ സ്നേഹത്തിന് ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങും എത്തിപ്പെടത്തില്ല. മനുഷ്യന്റെ സ്നേഹത്തിന് സ്വാർത്ഥത കൂടുതലാണ് അല്ലെ. ആ ഒരു സ്നേഹത്തെ പറ്റിയല്ലോ പിതാവ് അങ്ങ് എന്നെ പറ്റി ഉദ്ദേശിച്ചിരിക്കുന്നത്, അങ്ങയുടെ സ്നേഹത്തെ പറ്റിയാണല്ലോ. അപ്പൊ ആ ഒരു സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്ന് വരട്ടെ അല്ലെ. നമ്മൾ മനസ്സിലാക്കുക, സ്നേഹമല്ലാതെ ഒന്നുമില്ല അല്ലെ. വിശ്വാസം വേണം, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വിശ്വാസം വേണം. ദൈവത്തിന്റെ കിങ്ഡത്തിൽ വിശ്വാസമില്ലാതെ ഒരു കാര്യവുമില്ല. പക്ഷെ ആ വിശ്വാസം അത് സ്നേഹത്തിൽ ബേസ്ഡ് ആയിട്ടുള്ള വിശ്വാസമല്ല എങ്കിൽ, ചെയ്യുന്ന കാര്യങ്ങൾ സ്നേഹത്തിൽ ബേസ്ഡ് ആയിട്ടുള്ളതല്ല എങ്കിൽ, മറ്റുള്ള സഹായിക്കുമെന്ന് തോന്നുന്നത് അത് സ്നേഹത്തിൽ നിന്ന് വരുന്നതല്ല എങ്കിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വരുന്ന ഒരു തോന്നലല്ല എങ്കിൽ അല്ലെ, നമ്മള് എന്ത് പറ്റിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വലിയ കാര്യമാണ്, നമ്മൾ വലിയ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. അഹങ്കാരം ആയിപ്പോകും അല്ലെ. മനുഷ്യന്റെ സ്നേഹം അങ്ങനെയാണ്, അഹങ്കാരത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള സ്നേഹമാണ് അല്ലെ. നമ്മൾ നമ്മുടെ ശക്തിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെ, അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, സ്നേഹം എന്നുള്ളത് ദൈവത്തിൽ നിന്ന് മാത്രമാണ് അല്ലെ. മനുഷ്യന്റെ ബേസ്ഡായിട്ട് സ്നേഹം സ്വാർത്ഥതയുടെ സ്നേഹമാണ് അല്ലെ. നമുക്കറിയാം, ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിശാചാണ്. അവന് ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി അവനൊന്നും അറിയത്തില്ല. സ്നേഹം അല്ലെ, ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി ഒരു ഇത്തിരി പോലും അറിയത്തില്ലാത്തൊരു വ്യക്തിയാണ് അല്ലെ. യേശുക്രിസ്തു തന്റെ ക്രൂശിലെ മരണത്തെ പറ്റി എല്ലാം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അതിന് തൊട്ടു മുമ്പ് വരെ എന്താ പറയാ പറഞ്ഞ പത്രോസ് എന്ന് പറയാ, അങ്ങ് ക്രിസ്തു ആവുന്നു എന്ന് പറഞ്ഞ പത്രോസ് പെട്ടെന്ന് തന്നെ മലക്കം പറഞ്ഞു അല്ലെ. പെട്ടെന്ന് തന്നെ എന്താ പറയണ, പത്രോസ് പറയില്ല, ഇതിങ്ങനത്തെ ഒരു കാര്യം അങ്ങേക്ക് വരരുത് എന്ന് പറയും അല്ലെ. അപ്പൊ അവിടെ കാണിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്റെ സ്നേഹമാണ് അല്ലെ. അവിടെ പിശാചിട്ട ഒരു സ്നേഹമാണ്. സ്നേഹം എന്ന് പോലും പറയാൻ പറ്റില്ല, സ്വാർത്ഥതയാണ് അല്ലെ. അങ്ങേക്ക് ഇത് വരരുത് എന്ന് പറഞ്ഞപ്പോ യേശുക്രിസ്തുവിനോടുള്ള ദൈവത്തിന്റെ സ്നേഹം കൊണ്ടൊന്നും അല്ല പീറ്റർ പറഞ്ഞത് അല്ലെ. പീറ്റർ ആ സമയത്ത് ഇൻഫ്ലുവൻസ്ഡ് ആയിപ്പോയി പിശാചിനെ അല്ലെ. അപ്പൊ അവിടെ സ്നേഹമല്ല സ്വാർത്ഥതയാണ് കാണിക്കുന്നത് അല്ലെ. അങ്ങ് ക്രോസ് ഓഫ് കാൽവരി പോയി മരിക്കുവാണെങ്കിൽ മനുഷ്യവർഗം മൊത്തം രക്ഷപ്പെട്ടു പോകും അല്ലെ. യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവരി മരിക്കുവാണെങ്കിൽ മനുഷ്യവർഗം മൊത്തം രക്ഷപ്പെട്ടു പോകും. പിശാചിന് അത് സഹിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അത് തന്നെയാണ് മനുഷ്യവർഗത്തിന്റെയും തരത്തിലുള്ള മനുഷ്യവർഗത്തിന്റെ സ്നേഹം അതൊക്കെ പോലെ തന്നെയാണ് അല്ലെ. മറ്റുള്ളവർക്ക് നല്ലത് വരരുത് ഒരു ആഗ്രഹമുള്ള തരത്തിലുള്ള സ്നേഹമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്നേഹത്തെ പറ്റിയല്ല ദൈവം പറയുന്നത് അല്ലെ. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അല്ലെ. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിശാചിന്റെ വർക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക്
നമുക്ക് എതിരായിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കത്തുള്ളൂ, അല്ലെ? ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് വേണ്ടി തന്നെ, നമുക്ക് ഫെയിം ആകുന്നതിന് വേണ്ടി, ഫെയിം ഉണ്ടാകുന്നതിന് വേണ്ടി, നമുക്ക് കുറെ പേരുണ്ടാക്കുന്നതിന് വേണ്ടി, കുറച്ച് മണി ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെ? അങ്ങനെയായിപ്പോ. അങ്ങനെ ആകരുത് നമ്മൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് കമ്പൽ ചെയ്യപ്പെടുന്ന വ്യക്തികളായിരിക്കും നമ്മൾ. അതാണ് യേശുക്രിസ്തു നമ്മളെ പറ്റി പറയുന്നത്. സ്നേഹം അതാണ് മോസ്റ്റ് എക്സലന്റ് ആയിട്ടുള്ള, അല്ലെ, ഏറ്റവും മഹത്തരമായിട്ടുള്ള വഴി എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്നേഹമാണ്. ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ അടിയുറച്ച വ്യക്തികളായിരിക്കട്ടെ നമ്മൾ, അല്ലെ? അപ്പം അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അത് തന്നെയാണ് എന്താ പറയുക, എഫേസ്യർ ലേഖനത്തില് പിതാവ് പറഞ്ഞിരിക്കുന്നത്, നമ്മോട് പറഞ്ഞിരിക്കുന്നത്. 14 തൊട്ടുള്ള താഴെയുള്ള വാക്കുകൾ വായിക്കുന്നത് 3-ാമത്തെ ചാപ്റ്ററിന്റെ, എഫേസ്യന്റെ ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്ററിന്റെ 14 തൊട്ടുള്ള താഴെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മള് യേശുക്രിസ്തു വിശ്വാസം വഴി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മള് ദൈവത്തിന്റെ സ്നേഹത്തിൽ റൂട്ടഡ് ആയിരിക്കണം, ഗ്രൗണ്ടഡ് ആയിരിക്കണം, അല്ലെ? നമ്മള് വേരൂന്നിയ വ്യക്തികളായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. യേശുവിൻ നന്ദി പിതാവ്. കർത്താവ് വർഷിപ്പ് യുവർ ഹോളി നെയിം God. അങ്ങനെ പോലെ ദൈവമില്ല കർത്താവ് ലോർഡ് ഫാദർ ഗാഡ്. ഇന്ന് ഞാൻ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന സകല വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ലോർഡ് ഫാദർ ഗാഡ്. അങ്ങയുടെ സ്നേഹം കർത്താവ് ലോർഡ് ഫാദർ ഞങ്ങളുടെ ഉള്ളിൽ ഫോം ചെയ്യും കർത്താവ് ലോർഡ് ഫാദർ ഗാഡ്. മനുഷ്യന്റെ സ്നേഹത്തെ ഞങ്ങൾ ഒരിക്കൽ പോലും ബേസ്ഡ് ആകാതിരിക്കുന്ന ആൾക്കാരാകാതിരിക്കട്ടെ. അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ് ലോർഡ് ഫാദർ ഗാഡ്. അങ്ങയുടെ സ്നേഹമായിരിക്കട്ടെ ഞങ്ങളുടെ മോട്ടീവ്സ് മൈറ്റി ഫാദർ. ഞങ്ങൾ എന്ത് ചെയ്യാനുള്ള കർത്താവെ ഉള്ള ഒരു ഞങ്ങളുടെ പ്രചോദനം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ സ്നേഹമായിരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളെ കമ്പലിയേറ്റെ കർത്താവ് ലോർഡ് ഫാദർ ഗാഡ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു. ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ കൂട്ടാളിയായിരിക്കും എന്നുള്ളതിനായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് കേട്ടിരുന്നത് ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.